ബി.ജെ.പിക്ക് ഒരു കാരണവശാലും ഒരു പ്രയോജനം ഉണ്ടാകരുത് എന്ന് കരുതുന്നവർ ബി.ജെ.പിയുമായിട്ട് പഞ്ചായത്തിൽ ഭരിക്കുന്ന ആദ്യം അങ്ങ് നിർത്തണം. ഈ വി.ഡി. സതീശനോടും ഒക്കെ എനിക്ക് പറയാനുള്ളത്, മറ്റത്തൂർ എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് ഇപ്പോഴും ഉണ്ടല്ലോ, അവിടെ ബി.ജെ.പിയും കോൺഗ്രസും കൂടെ ചേർന്ന് ഭരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ആദ്യം പ്രവൃത്തിയിൽ കൊണ്ടുവരിക, അതാണ് വേണ്ടത്. SDP വിഷയം വന്നു കഴിഞ്ഞാൽ അതിനകത്ത് CPIM നിലപാട് വളരെ വ്യക്തമാണ്. SDP ഒരു തരത്തിലുള്ള ചർച്ചയോ നീക്കുപോക്കോ സഹകരിക്കുന്നതിനെ കുറിച്ചുള്ള ആശയവിനിമയങ്ങളോ നടത്തിയിട്ടില്ല. അതാണ് CPIM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്, CPIM മറ്റ് പാർട്ടികളും ചേർന്നിട്ടുള്ളത്. എന്നാൽ പലയിടത്തും BJP ജയിക്കുന്നത് പോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടി അവരുടേതായ കാരണങ്ങളാൽ ഇവിടെ BJP സ്ഥാനാർത്ഥി ജയിച്ചുകൂടാ, ഈ സീറ്റിൽ BJP സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ഏറ്റവും നല്ലത് LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യലാണ് എന്ന് അവരുടേതായ കാരണങ്ങൾ തീരുമാനിച്ചാൽ വോട്ട് ചെയ്യാനുള്ള അവകാശം തെരഞ്ഞെടുപ്പ് ചട്ടപ്രകാരം ഓരോരുത്തർക്കുമുണ്ട്. അപ്പം അങ്ങനെ നിങ്ങൾ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ വോട്ട് കിട്ടിയിട്ട് BJP സ്ഥാനാർത്ഥിയെ ജയിക്കാതാക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾക്ക് വളരെ സ്വഭാവശുദ്ധിയുള്ളവരുടെ, രാഷ്ട്രീയമായ സ്വഭാവശുദ്ധി ഞങ്ങളുടെ ദൃഷ്ടിയിലുള്ളവരുടെ മാത്രം വോട്ടുകളെ ഞങ്ങൾ സ്വീകരിക്കൂ. നിങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ രാഷ്ട്രീയമായ സ്വഭാവശുദ്ധി വേണ്ടത്രയില്ല, അതുകൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്യരുത് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നിലപാട് CPIM LDF സ്വീകരിക്കണം എന്ന് പറയുന്നത് എപ്പോഴാണ്? ഫാസിസ്റ്റ് സ്വഭാവമുള്ള RSSന്റെ BJPയുമായി പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. കോർപ്പറേഷനുകൾ പിടിക്കാൻ ഞാൻ പറഞ്ഞ പോലെ കൊല്ലത്തും തിരുവനന്തപുരത്തും നീക്കുപോക്ക് നടത്തുകയാണ്. ഇതിനെക്കുറിച്ച് ഒന്നും ഒരു പരാതിയില്ല. ഒരു രാഷ്ട്രീയ സംഘടന അവരുടേതായ കാരണങ്ങൾ, അവരുടെ വോട്ട് അതവർ വ്യക്തമായി പറയുകയാണ്, BJPയുടെ സ്ഥാനാർത്ഥി ജയിക്കാൻ പാടില്ല. ആ അർത്ഥത്തിലാണ് ഞങ്ങൾ വോട്ട് ചെയ്യുക. അതേസമയം ഞാൻ കാസർഗോഡ് പോയിരുന്നു. കാസർഗോഡ് ചെന്നപ്പോൾ അവിടുന്ന് മനസ്സിലായത് എന്താ? അവിടുത്തെ ഒരു മണ്ഡലത്തിൽ SDP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ UDF SDP അഭ്യർത്ഥിച്ചു, നിങ്ങൾ ഈ സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്ന്. അങ്ങനെ UDF അഭ്യർത്ഥിച്ചത് പ്രകാരം ഞങ്ങൾ അവിടെ നിന്ന് പിന്മാറുന്നു. എന്നാൽ ആർക്ക് വോട്ട് ചെയ്യണം പിന്മാറിയിട്ടെന്ന് ഞങ്ങൾ ഇനിയും തീരുമാനിച്ചിട്ടില്ല. ഇത്രയാണ് SDP പറഞ്ഞത്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കും ഒരു പരാതിയില്ല. UDF ചർച്ച ചെയ്യാണ് SDP